കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്യൂനെസ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്യൂനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതായത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. അത് കാൾപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്, ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്, കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്. അതുകൂടാതെ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് എന്തൊക്കെയാണ് ഈ മെഷേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് മേ ബി ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. അതായത് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നുകിൽ ആബ്സല്യൂട്ട് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിലേറ്റീവ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ രണ്ടിനും രണ്ട് ഫോർമുലകളുണ്ടാവും. അപ്പോൾ ഇവിടെ ആബ്സല്യൂട്ട് മീൻസ്, അതായത് ആബ്സല്യൂട്ട് മെഷേഴ്സ് ടെൽ us ദ ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അസിമെട്രി ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡാറ്റാ സെറ്റിൽ അത് സിമെട്രിക്കൽ അല്ലാത്ത അവസ്ഥയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് എങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ? അത് റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ അതിൻ്റെ ഡയറക്ഷൻ? എത്രമാത്രം അതിന് അസിമെട്രി ഉണ്ട്, അസിമെട്രി ഇല്ലായ്മ ഉണ്ട്? അസിമെട്രിയെക്കുറിച്ചും അതിൻ്റെ ഡയറക്ഷനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണല്ലേ, പഠിച്ചതാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ആബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് മെഷർ എന്ന് വെച്ചാൽ ഓഫൺ കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. നമ്മുടെ സ്ക്യൂനെസിൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്നും അറിയപ്പെടും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് ആബ്സല്യൂട്ട് മെഷർ ആവാൻ കണ്ടുപിടിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആയിരിക്കാം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫോർമുല അപ്ലൈ ചെയ്താണ് നിങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ്, ഞാനത് റിപ്പീറ്റഡായിട്ട് പറയുന്നത് നിങ്ങളുടെ മനസ്സിലത് കൂടുതൽ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതിലേതെങ്കിലും ഒന്ന് വന്നാലും രണ്ടും ഒന്ന് തന്നെയാണല്ലേ. പെർമിറ്റ് us ടു കമ്പയർ ടു ഓർ മോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ റിലേറ്റീവ് മെഷർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ 4 തരത്തിലുള്ള റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള 4 തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, ആബ്സല്യൂട്ട് മെഷേഴ്സ് കോൾഡ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ആബ്സല്യൂട്ട് മെഷറിൻ്റെ സ്ക്യൂനെസ്സിൽ ആബ്സല്യൂട്ട് മെഷേഴ്സിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് മെഷേഴ്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്, അല്ലേ? റിലേറ്റീവ് മെഷേഴ്സ് ഈസ് അതർവൈസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കാൾപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇത് ഫസ്റ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്ക്യൂനെസ്സിലെ ഫസ്റ്റ് മെഷർ, അതായത് കാൾപിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ ഇതിൽ നോക്കുക, രണ്ട് ഫോർമുലകളുണ്ട്. ഒന്ന് ആബ്സല്യൂട്ട് മെഷർ. അപ്പോൾ ആബ്സല്യൂട്ട് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ്, ഇവിടെ SK എന്നുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് സ്ക്യൂനെസ്സിനെയാണ്. മീൻ മൈനസ് മോഡാണ് ആബ്സല്യൂട്ട് മെഷർ എന്ന് വെച്ചാൽ, മീൻ മൈനസ് മോഡ്. അപ്പോൾ മീനും കണ്ടുപിടിക്കുന്നത് ഒരു ഡാറ്റാ സെറ്റിൻ്റെ മീൻ കണ്ടുപിടിച്ചിട്ട്, അതായത് X ബാർ കണ്ടുപിടിച്ചിട്ട് മൈനസ് മോഡ്, അല്ലേ? മോഡ് എന്ന് പറയുമ്പോൾ Z, അല്ലേ? അപ്പോൾ ഈ താഴെ എഴുതിയിട്ടുണ്ട് X ബാർ മൈനസ് Z ആണ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഇനി അത് റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണെങ്കിലോ, റിലേറ്റീവ് മെഷർ സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് JP എന്നുള്ള ഈ ഒരു പദം കൊണ്ടാണ്. അവിടെ മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാവുന്നേ. സ്ക്യൂനെസ് അതിൻ്റെ ആബ്സല്യൂട്ട് മെഷർ ആണെങ്കിൽ മീൻ മൈനസ് മോഡ്, അതിൻ്റെ റിലേറ്റീവ് മെഷറിലേക്ക് വരുമ്പോൾ മീൻ മൈനസ് മോഡ് തന്നെ ന്യൂമറേറ്ററായിട്ട് വരും, അതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി വരും, അല്ലേ? അതായത് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, അതായത് X ബാർ മൈനസ് Z മൈനസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലേ? അതെങ്കിൽ സിഗ്മ, അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പറയുന്ന ഈ ഒരു ടൈമിന് നമ്മൾ സിഗ്മ എന്നും പറയും, അല്ലേ? സ്മോൾ സിഗ്മ എന്ന രീതിയിൽ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ SK എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് സ്ക്യൂനെസ് ആണ്, അതായത് സിമ്പിൾ ഡിഫറൻസ് ആണ് രണ്ട് ഡാറ്റാ സെറ്റിൽ തമ്മിലുള്ള സ്ക്യൂനെസ്സിലുള്ള. JP എന്ന് പറയുമ്പോൾ പിയേഴ്സൺസ് റിലേറ്റീവ് സ്ക്യൂനെസ് ആണ്, അല്ലേ? സ്റ്റാൻഡേർഡൈസ്ഡ് സ്ക്യൂനെസ്സിനെയാണ് നമ്മൾ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ നോക്കുക, മീൻ മൈനസ് മോഡ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലകളിലും മീൻ മൈനസ് മോഡ്, അതായത് മോഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ മോഡ് ഇൽ ഡിഫൈൻഡ് ആണ്, എന്ത് ചെയ്യും? നമ്മൾ മോഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഡ് ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു, അല്ലേ? എങ്ങനെയാണ് മോഡ് ഇൽ ഡിഫൈൻഡ് ആയിരിക്കുക? മോഡ് ഇൽ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റാ സെറ്റിൽ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വാല്യൂ പോലും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ മോഡ് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മോഡിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ആ സമയത്ത് നമ്മുടെ ആബ്സല്യൂട്ട് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി
3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. കണ്ടോ, ഇവിടെ നമുക്ക് മോഡ് വരുന്നില്ല അല്ലേ, മീനും മീഡിയനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 3 ഇൻറ്റു എക്സ് ബാർ മൈനസ് എം അല്ലേ. റിലേറ്റീവ് മെഷർ ആണെങ്കിൽ 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെപ്പോഴാണ് ഈ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടി വരുന്നത്? മോഡ് ഇല്ല എങ്കിൽ, അതായത് നമുക്ക് മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. മോഡ് നമുക്ക് ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ, മോഡ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് മീനും മീഡിയനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആബ്സല്യൂട്ട് മെഷറും അപ്പോൾ തന്നെ റിലേറ്റീവ് മെഷർ മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ചുകൊണ്ട് അല്ലേ ഈ ഇക്വേഷനും സപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോഎഫിഷ്യൻ്റ്, നമ്മുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബോളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഫോർമുലയെല്ലാം നമ്മൾ പഠിച്ചു വെച്ചു. അപ്പോൾ നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നേരെ കിടക്കാം. ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദി ഫോളോവിങ്. അപ്പോൾ താഴെ പറയുന്ന ഈ ഒരു ഡാറ്റാ സെറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അവിടെ ഇയർ തന്നിട്ടുണ്ട്, പ്രൈസ് ഓഫ് റൈസും തന്നിട്ടുണ്ട് അല്ലേ, അരിയുടെ വിലയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് എക്സ് വാല്യൂ, ഇതാണ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, എക്സ് വാല്യൂ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഇതെന്ത് ടൈപ്പ് സീരീസ് ആണ്? ഇത് ഇൻഡിവിജ്വൽ ആണല്ലേ, ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് ഈ കാൾ പിയേഴ്സൺസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, എഫ് ഡി ആണ് നമുക്കിവിടെ റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കും, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആബ്സല്യൂട്ട് മെഷർ ആണെങ്കിൽ നമുക്ക് ഈ മീൻ മൈനസ് മോഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ആബ്സല്യൂട്ട് മെഷർ കിട്ടുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് മോഡ് ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. മോഡെന്ന് പറയുമ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസ് ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കുക. നമുക്കിവിടെ 25 വരുന്നുണ്ടല്ലേ, 25 വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് 25, വീണ്ടും 25, അങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ മോഡുണ്ട് അല്ലേ. അപ്പോൾ മോഡ് നമുക്ക് എടുത്താണെന്നുള്ളൂ, ആദ്യം തന്നെ മോഡ് എഴുതിയാലും കുഴപ്പമില്ല. മോഡ് Z = 25 അല്ലേ, ആസ് ഇറ്റ് അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ മോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ എഫ് ഡി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്, ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഈ ഡാറ്റാ സെറ്റിലെ എക്സ് വാല്യൂസിനെല്ലാം ആഡ് ചെയ്തിട്ട്, അതായത് നമുക്ക് സിഗ്മ എക്സ് കിട്ടും. അപ്പോൾ 310 കിട്ടും ഇവിടെ. അതിന് നമുക്ക് എത്ര ഐറ്റം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എക്സ് ബാർ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 310 ഡിവൈഡ് ബൈ 10 31 എന്നുള്ളത് നമുക്ക് ഇവിടെ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ കിട്ടും അല്ലേ. അപ്പോൾ മോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് 25 എന്ന് കിട്ടി. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആവശ്യമുള്ളത് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പഠിച്ചിരുന്ന കാര്യങ്ങൾ ഓർക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടി നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മെത്തേഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡാറ്റ അല്ലെങ്കിൽ സ്ക്വയർ വാല്യൂ മെത്തേഡ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. √(σ x² ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ എക്സ് എൻ ഓൾ സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ √(σ x² ഡിവൈഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ ഈ രീതിയിലുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അതുകൂടാതെ നമുക്ക് മറ്റ് വീണ്ടും ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പല ഇക്വേഷൻസ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, ആക്ച്വൽ മീൻ മെത്തേഡ് ഉണ്ട് അല്ലേ. അതുകൂടാതെ വീണ്ടും മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത്തരം മെത്തേഡുകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മെത്തേഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഡാറ്റ ഓർ സ്ക്വയർ ഓഫ് വാല്യൂ മെത്തേഡ് ഓർ ഡയറക്റ്റ് മെത്തേഡ് ഓർ ആക്ച്വൽ മീൻ മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകൾ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡാണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തെ ഈ മെത്തേഡാണ് അല്ലേ, മെത്തേഡ് ബേസ്ഡ് ഓൺ ദി യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ ഓർ സ്ക്വയർ ഓഫ് വാല്യൂസ് മെത്തേഡ് അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് അവിടെ നമുക്ക് S² നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ √(S²), അതായത് സിഗ്മ S² നമുക്ക് സിഗ്മ x² നമ്മളെല്ലാം ചെയ്ത്, അതായത് 20 × 20 400, 25 × 25 625, അങ്ങനെ എക്സ് വാല്യൂവിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കും. അതാണ് സിഗ്മ x² അല്ലേ. ഇവിടെ 10,260 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ √(10,260 ഡിവൈഡ് ബൈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 തന്നെയാണ് അല്ലേ, മൈനസ് 310. ഇവിടെ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n ആണല്ലേ. സിഗ്മ എക്സ് നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഡിവൈഡ് ബൈ n എന്ന് പറയുമ്പോൾ 10 അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക 121.6 മൈനസ് 31² കിട്ടും. റൂട്ടിൽ അടുത്തത് 1,021.6 മൈനസ് 961 കിട്ടും അല്ലേ. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അത് കുറച്ചതിന് ശേഷം റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 7.785 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ബാർ മൈനസ് സെഡ് ഡിവൈഡ് ബൈ സിഗ്മ അല്ലേ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് 31 മൈനസ് 25 ഡിവൈഡ് ബൈ 7.785 കിട്ടും. അപ്പോൾ 0.77 ആണ് ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ ആബ്സല്യൂട്ട് മെഷറും കണ്ടുപിടിക്കാവുന്നുള്ളൂ. മീൻ മൈനസ് മോഡ് എന്ന് വെച്ചുകൊണ്ട്
നമുക്ക് ആബ്സലൂട്ട് മെഷർ ഇവിടെ 6 നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രം ദി ഫോളോവിങ് ഡാറ്റ കാൽക്കുലേറ്റ് കോൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് മറ്റൊരു ഇൻഡിവിജ്വൽ സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൈസ് ഓഫ് ഓയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ മോഡ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലേ. നമുക്കിവിടെ മോഡ് നോക്കുമ്പോൾ ഈ ഐറ്റത്തിൽ നോക്കുമ്പോൾ ഒരു വാല്യൂ പോലും നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് മോഡ് ഇൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മോഡ് ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീനും മീഡിയനാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചുകൊണ്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സാധാരണ പോലെ നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നു. 1080 ഡിവൈഡ് ബൈ 10 108 എന്ന് കിട്ടും. ഇനി നമുക്ക് മീഡിയൻ വേണം അല്ലേ. മീഡിയൻ എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് n+1 ടൂത്ത് ഐറ്റം ആണ് അല്ലേ. നേരത്തെ നിങ്ങൾ മീഡിയം പഠിച്ചത് ഓർക്കുക. സൈസ് ഓഫ് n+1 ടൂത്ത് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 എണ്ണമാണ്. 10 + 1 11 അല്ലേ. ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5.5 അല്ലേ. 5.5 ഐറ്റം എന്ന് വരും. അപ്പോൾ നമുക്ക് 5ാമത്തെ 6ാമത്തെ ഐറ്റം എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5ാമത്തെ 6ാമത്തെയും അസെൻഡിങ് ഓർഡറിൽ പിന്നെ ആക്കണം അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് 5ാമത്തെ 6ാമത്തെ ഐറ്റം എടുക്കുമ്പോൾ നമുക്ക് എത്രയുടെ 106 109 ആണ് 5ാമത്തെ 6ാമത്തെ ഐറ്റം. കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 250 ഡിവൈഡ് ബൈ 2 കിട്ടും. 107.5 ആണ് നമുക്ക് മീഡിയം കിട്ടുക അല്ലേ. അതുകൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ് ഓർ ആക്ച്വൽ മീൻ മെത്തേഡാണ് അല്ലേ. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അല്ലേ. അതായത് എക്സ് മൈനസ് എക്സ് ബാർ അതിനാണ് ഡി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ. എക്സ് ബാർ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. 108 ആണ് വരുന്നത്. 83 മൈനസ് 108 മൈനസ് 25, 87 മൈനസ് 128 മൈനസ് 21, 93 മൈനസ് 15, 90 മൈനസ് 108 അല്ലേ. അതായത് നമ്മുടെ എക്സ് ബാർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 15 വരും. 104 മൈനസ് 108 മൈനസ് 4 എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ ഡി കണ്ടുപിടിക്കുന്നത് അല്ലേ. ഡി കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അതാണ് ഈ സ്ക്വയർ എടുക്കുന്നത് 625. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിഗ്മ ഡി സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ആക്ച്വൽ മീൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 15.735 എന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 3 ഇൻറ്റു എക്സ് ബാർ മൈനസ് എം അല്ലേ. 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ അല്ലേ. മീഡിയൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് വെച്ചാൽ അത് മീഡിയൻ ആണ് അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ എം മീഡിയൻ ആണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് മോഡിനെ സൂചിപ്പിക്കുന്നത് സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.095 എന്ന് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ലഭിക്കും. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ഉടൻ പെട്ടെന്ന് നോക്കി പോകാം. ഫ്രം ദി ഫോളോവിങ് ഡാറ്റ കാൽക്കുലേറ്റ് കോൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂം തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അതിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് കോൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എക്സ് വാല്യൂ നമ്മൾ എടുത്തെഴുതിയതിന് ശേഷം ഫ്രീക്വൻസി എടുത്തെഴുതുക. അതിനുശേഷം എക്സ് ഇൻറ്റു എഫ് അല്ലേ, എഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ ടോട്ടൽ ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടും. സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എൻ കൊണ്ട് അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ബാർ കിട്ടും അല്ലെങ്കിൽ മീൻ ലഭിക്കുന്നതാണ് ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ. ഇനി നമുക്ക് ഇവിടെ മോഡ് എത്രയാണ്, മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഏതാണോ വലിയ ഫ്രീക്വൻസി അല്ലേ, ഇതാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി അല്ലേ, അതിൻ്റെ എക്സ് വാല്യൂ ഏതാണോ അതായിരിക്കും മോഡെന്ന് പറയുന്നത്. ഇപ്പോൾ 12 ആണ് ഇവിടെ മോഡെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സെഡ് അല്ലെങ്കിൽ മോഡെന്ന് പറയുന്നത് 12 ആണ്, ഹാവി മാക്സിമം ഫ്രീക്വൻസി അല്ലേ. അതിനുശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെയും മെത്തേഡ് ബേസ്ഡ് ഓൺ ദി യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് റൂട്ട് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഓൾ സ്ക്വയർ അല്ലേ, അതിൻ്റെ റൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റംസ് ഇവിടെ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം എക്സ് സ്ക്വയറും എഫ് എക്സ് സ്ക്വയറും കണ്ടുപിടിക്കണം. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടിയാണ് ഈ രണ്ട് ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നമുക്ക് സിഗ്മ എഫ് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ എക്സിന് സ്ക്വയർ ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എക്സിനെ നമ്മൾ അതിൻ്റെ സ്ക്വയർ ചെയ്യണം, 100 എന്ന് വരും. അതിനുശേഷം പിന്നീട് നമ്മൾ എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ.
നമ്മൾ നോക്കുക, എഫിനെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിവിടെ എഫ് എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത്. 2 ഇൻറ്റു എക്സ് സ്ക്വയർ 100 എന്ന് വരും. 4 ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്ക് 4 ഇൻറ്റു 121 അല്ലേ, അപ്പോൾ 484 എന്ന് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1.24 നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആബ്സല്യൂട്ട് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ മൈനസ് മോഡ് 0.43 വരും. നമുക്കതിൻ്റെ റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് മൈനസ് സെഡ് അല്ലേ ഡിവൈഡ് ബൈ സിഗ്മ, അതായത് മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് 0.347 നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിലാണ് ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.